നസീർ, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മന് വലിയൊരു വിഷമമുണ്ടായി. അദ്ദേഹത്തെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. ഇതിനു മുമ്പ് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സകല നേതാക്കന്മാരും പുതുപ്പള്ളിയിലേക്ക് എത്തി അദ്ദേഹത്തെ തോളിലേറ്റി നടന്നതാണ്. പക്ഷെ പാലക്കാട് എത്തിയപ്പോൾ അദ്ദേഹത്തെ വേണ്ടതുപോലെ ആരും പരിഗണിച്ചില്ല. അദ്ദേഹം അതുകൊണ്ട് പിണങ്ങി. തൻ്റെ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥി, തൻ്റെ പാർട്ടിക്കാരനാണ്, തൻ്റെ സഹപ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. എന്നിട്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പേരിന് വേണ്ടി ഒരു ദിവസം അവിടെ പോയി തല കാണിച്ചിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? ചേലക്കരയ്ക്കും പോയില്ല. ചേലക്കരയിലാണ് പിന്നെ ശ്രമിക്കേണ്ടത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവായ രമ്യ ഹരിദാസാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെയും പോയില്ല. വയനാട് പോയി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിച്ചില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി തോറ്റുപോയാലോ എന്ന് ഓർത്ത് വേദനയോടുകൂടി ചാണ്ടി ഉമ്മൻ വയനാട്ടിലായിരുന്നു സമയം മുഴുവൻ ചെലവഴിച്ചത്. പാലക്കാട് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പോയി അനുഗ്രഹം വാങ്ങാൻ ചെന്നപ്പോൾ പോലും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കൂടെ പോയില്ല. വലിയ വിവാദമൊക്കെ ആയിരുന്നു. അന്ന് എൻ്റെ ആത്മസുഹൃത്താണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തലയൂരി. ഇതാ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ വിഷമം തുറന്നു പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മൻ രംഗത്ത് വരുന്നു. എന്നെ അവഗണിച്ചു, എന്നെ പരിഗണിച്ചില്ല, എനിക്ക് ചുമതല നൽകിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ചാണ്ടി ഉമ്മന്റെ വിലാപകാവ്യം. എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത്. ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. എന്തായാലും ചാണ്ടിയുമ്മൻ അങ്ങോട്ട് പോവാതിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്തു. അതുകൊണ്ട് 18,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ചാണ്ടിയുമ്മൻ അവിടെ ചെന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞേനെ. കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതല്ലാതെ മറ്റൊരു മൂല്യവും ചാണ്ടിയുമ്മൻ ഇല്ലാതായിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് മാത്രം സീറ്റ് കിട്ടി. അതിനേക്കാൾ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ജനപിന്തുണയുള്ള ധാരാളം നേതാക്കൾ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. എന്തിനേറെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ചാണ്ടിയുമ്മൻ നേടി ഇതിന് ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. എന്നിട്ടും ചാണ്ടിയുമ്മന് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടും തൻ്റെ മകനാണ് കൊടുക്കേണ്ടത്, മകൾക്കല്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ശാഠ്യം പിടിച്ചതുകൊണ്ടുമാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു യോഗ്യതയും ഇല്ല എന്ന് ചാണ്ടിയുമ്മൻ പിന്നീട് തെളിയിച്ചു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി അവസാന നിമിഷം വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായി വിജയനെ ഉമ്മൻചാണ്ടിയുടെ 1ാം അനുസ്മരണ ദിനത്തിൽ വിളിച്ച് ആദരിച്ചു എന്നതും അത് പോട്ടെ, മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരിച്ചെന്ന് മനസ്സിലാക്കാം. പിണറായിയെ പോലെ മഹാനായ ഒരു നേതാവില്ല, എൻ്റെ അപ്പൻ ഇത്രയും കാലം ജീവിച്ചതുപോലും പിണറായി ഉള്ളത് കൊണ്ടാണ് എന്നുള്ള പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാനൊക്കെയുള്ള ഒരു ധൈര്യം അത് ചാണ്ടിയുമ്മന് മാത്രമേ ഉള്ളൂ. ആ ചാണ്ടിയുമ്മൻ ഇപ്പോൾ കരുതുന്നത് താൻ ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ പുനർജന്മമാണെന്നാണ്. ഉമ്മൻചാണ്ടിയെ പോലെ മുടിയിട്ട് ചെരുപ്പിടാതെ നടക്കുന്നു എന്നതൊഴിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു യോഗ്യതയുമില്ല എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പൂർണ്ണ സമയം പ്രവർത്തിക്കുമായിരുന്നു. അത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ പരാതി രംഗത്ത് വരുന്നു. താൻ ഉമ്മൻചാണ്ടിയുടെ പുനർജന്മമാണ്, കേരളം മുഴുവൻ തൻ്റെ കാൽ കീഴിലാണ്, താൻ ഒരിടത്തും ഒന്നും ചെയ്യേണ്ടതില്ല, തന്നെ അങ്ങ് ജയിപ്പിക്കും, താൻ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന നിലയിൽ കേരളത്തിന് മുഖ്യമന്ത്രിയാകും എന്നൊക്കെ ചാണ്ടിയുമ്മൻ ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ പഴയ കിങ്ങിണിക്കുട്ടനെയാണ് ഓർമ്മ വരുന്നത്. ജയശങ്കർ ആ കഥ ഇന്ന് ABC മലയാളത്തിൽ പറഞ്ഞിരുന്നു. കരുണാകരന്റെ പ്രതാപകാലത്ത് ആകാശവാണിയിൽ രമേശൻ നായർ ഒരു നാടകം എഴുതുന്നു. ആ നാടകത്തിലെ നായകൻ കിങ്ങിണിക്കുട്ടനാണ്, അതായത് സർവാധികാരിയായ ഒരു ഭരണാധികാരിയുടെ മകൻ. അങ്ങനെ കരുണാകരന്റെ മകനെ അപമാനിക്കാൻ വേണ്ടി ആണ് എന്ന തരത്തിൽ ചർച്ചയായതോടെ രമേശൻ നായർ അണ്ടമാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. രമേശൻ നായർ അതോടെ ജോലി രാജിവെക്കുന്ന കഥ അത്തരത്തിലൊരു കിങ്ങിണിക്കുട്ടനായി മാറിയിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായിരുന്ന എസ് രമേശൻ നായരാണ് ഈ റേഡിയോ നാടകം രചിച്ചത്. KS റാണ പ്രതാപനാണ് അത് സംവിധാനം ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ നാടകത്തിൻ്റെ മൂലകഥ അല്ലെങ്കിൽ കഥാതന്തു എന്നത് വെച്ചാൽ ഒരുപാട് പ്രായമായിട്ടും തറവാടിൻ്റെ ഭരണം വിട്ടൊഴിയാതെ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കിട്ടുമാവൻ എന്നൊരു പുള്ളി, അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉറക്കാത്ത മകൻ കിങ്ങിണിക്കുട്ടൻ, ഇവരെ കേന്ദ്രീകരിച്ചിട്ടാണ് കഥ പുരോഗമിക്കുന്നത്.
ഇത് ഒരു ഹാസ്യ നാടകമായിരുന്നു, ഒരു പരിഹാസ നാടകമായിരുന്നു. അത് പ്രക്ഷേപണം ചെയ്ത് മണിക്കൂറുകൾക്കകത്ത് കരുണാകരനൊരു കാര്യം മനസ്സിലായി. രമേശൻ നായരെ തിരുവനന്തപുരത്ത് നിന്ന് ആൻഡമാനിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ളതാണ് ചരിത്രം. രമേശൻ നായർ അതേ തുടർന്ന് ജോലി രാജിവെച്ചു. അദ്ദേഹം ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, പ്രോഗ്രാം ഓഫീസറോ പ്രൊഡ്യൂസറോ അങ്ങനെ എന്തോ ആയിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം ജോലി രാജിവെച്ചു. പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രസിദ്ധിയായി. ഇദ്ദേഹത്തിൻ്റെ ഈ ശതാഭിഷേകം എന്ന നാടകം കരുണാകരനോട് എതിർപ്പുള്ള എല്ലാ ആളുകളും കാശ് കൊടുത്ത് വാങ്ങിക്കും. അത് മലയാളത്തിലൊരു വലിയ കളക്ഷൻ ഹിറ്റായിട്ട് മാറിച്ചു. ഇതേ ഉള്ളൂ. അല്ലാണ്ട് ചാണ്ടി ഉമ്മെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ എടുത്താൽ പൊങ്ങാത്ത മോതലോ അല്ലെങ്കിൽ കനപ്പെട്ട ഉരുപ്പടിയൊന്നുമല്ല. ഈ നാട്ടിലെ കാക്കത്തൊള്ളായിരം യൂത്ത് കോൺഗ്രസ്സുകാരിൽ ഒരു യുവ കോൺഗ്രസ്സുകാരൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയിലെ ഒരു വലിയ താരമാണ്. ഈ കാതൽ മാത്രമുള്ള തേക്കും തടിയാണെന്നൊക്കെ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല, ആർക്ക് എന്ത് വേണമെങ്കിൽ തോന്നാം. ഉമ്മൻചാണ്ടി ആനപ്പുറത്ത് കയറിയെന്ന് വെച്ചിട്ട് ചാണ്ടി ഉമ്മന് തഴമ്പൊന്നും ഉണ്ടാവില്ല. ഇത് ചാണ്ടിക്ക് മനസ്സിലാവില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ മനസ്സിലാകാനും സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ മട്ടുംഭാര്യയെ കണ്ടിട്ട് ഇദ്ദേഹം വെറും കിങ്ങിണിയല്ല, സൂപ്പർ കിങ്ങിണിയാണ്. സത്യത്തിൽ കെ മുരളീധരൻ എത്ര മിടുക്കനാണെന്ന് പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി. ജയശങ്കർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു ജനപ്രതിനിധിയും ഇത്ര കുറഞ്ഞ കാലയളവ് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും അപ്രിയനാവില്ല. മറ്റൊരു ലോകത്താണ് ചാണ്ടി ഉമ്മൻ ജീവിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്ന, ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്നിരുന്ന സകലരെയും ചാണ്ടി ഉമ്മൻ വെറുപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഉമ്മൻചാണ്ടി ആരെയൊക്കെ ചേർത്ത് പിടിച്ചോ അവരെയൊക്കെ ചാണ്ടി ഉമ്മൻ അകറ്റി നിർത്തിയിരിക്കുന്നു. എത്ര തിരക്കിലാണെങ്കിലും രാജ്യത്ത് എവിടെയാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിലെത്തി തറവാട് വീട്ടിൽ പോയി താമസിച്ച് സകല മനുഷ്യരെയും കണ്ട് അവരുടെ സങ്കടം കേട്ട് പരിഹരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുണ്ട്. അതാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ചാണ്ടി ഉമ്മൻ ജയിച്ചതിന് ശേഷമോ ജയിക്കുന്നതിന് മുൻപോ തറവാട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തറവാട്ടിൽ താമസിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ അനിയനോട് പിണക്കമാണ്. ആ വീട്ടിൽ അദ്ദേഹം കയറത്തേയില്ല. പിന്നെ MLA ആയതിനു ശേഷം ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്, ഏതാണ്ട് 1.5 കിലോമീറ്റർ മാറി. അവിടെയും വന്നാൽ വന്നു എന്ന സ്ഥിതിയാണ്. ആളുകൾ എല്ലാ ഞായറാഴ്ചയും ചാണ്ടിയുമ്മനെ കാത്തവിടെ എത്തുമായിരുന്നു. കാണാതായതോടെ അങ്ങനെ ആളുകൾ പോകുന്ന സ്ഥിതി മാറി. മണ്ഡലത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ, ആരെങ്കിലും മരിച്ചാൽ, എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിൽ ചാണ്ടിയുമ്മനെ വിളിച്ചാൽ വിളിക്കുന്നവരെ ചീത്ത വിളിക്കും, അവരോട് ചൂടാകും. ചാണ്ടിയുമ്മനെ കണ്ടുകിട്ടാൻ ഏറ്റവും പ്രയാസം പുതുപ്പള്ളിക്കാർക്കാണെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അടിവരയിട്ട് പറയുന്നു. ചാണ്ടിയുമ്മൻ അവസരം കിട്ടുമ്പോഴൊക്കെ വിദേശത്താണ്, എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഊരു ചുറ്റും. MLA ആയതിനു ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 2 ഡസൻ രാജ്യങ്ങളിലെങ്കിലും ചാണ്ടിയുമ്മൻ യാത്ര ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലും അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയായി ചാണ്ടിയുമ്മൻ ചുറ്റിക്കറങ്ങി നടക്കുന്നു. വിദേശത്ത് എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചാണ്ടിയുമ്മൻ അപ്പോൾ തന്നെ പറന്നെത്തിയിരിക്കും. വിദേശത്തുള്ള ചിലരാണ് ചാണ്ടിയുമ്മനെ സ്പോൺസർ ചെയ്യുന്നതും. ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സമയവും ചാണ്ടിയുമ്മൻ വിദേശത്ത് തന്നെയാണ്. മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല, ആർക്കും ചാണ്ടിയുമ്മനെ സമീപിക്കാൻ പോലും കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, മണ്ഡലത്തിലുള്ള സകല പാർട്ടിക്കാരെയും ചാണ്ടിയുമ്മൻ വെറുപ്പിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പുതുപ്പള്ളി സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര തിരക്കാണെങ്കിലും ആ ബാങ്ക് പരിസരത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഉണ്ടാകാറുണ്ട് ഉമ്മൻചാണ്ടി. ചാണ്ടിയുമ്മൻ ബോംബെയിലൊരു പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേയില്ല എന്ന് പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർ സങ്കടത്തോടെ പറയുന്നു. 2 ബ്ലോക്ക് കമ്മിറ്റികളും 9 മണ്ഡലം കമ്മിറ്റികളുമാണ് പുതുപ്പള്ളിയിലുള്ളത്. പുതുപ്പള്ളിയും പാമ്പാടിയുമാണ് ബ്ലോക്ക് കമ്മിറ്റികൾ. പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റും ഒക്കെ ആയിരുന്ന KB ഗിരീഷ് പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ആവുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും പുതുപ്പള്ളിയിലെ ജനപ്രിയനുമായ സാം കെ വർക്കി മണ്ഡലം പ്രസിഡന്റും. ഇവരെല്ലാം കൂടി കൂടിയാലോചന നടത്തി ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് കുറെ പേരെ തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ ചാണ്ടിയുമ്മനും സ്ഥലത്തുണ്ട്. പക്ഷേ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ ഇവരാരും ചർച്ച ചെയ്യാത്ത 5-6 പേരുടെ ലിസ്റ്റ് വന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷിനെ സാം കെ വർക്കി വിളിച്ചു ചോദിച്ചു, എന്ത് പണിയാണ് കാട്ടിയതെന്ന്. ഗിരീഷ് പറഞ്ഞു, എനിക്കൊരു പങ്കുമില്ല, നമ്മൾ പറഞ്ഞതുപോലെയാണ് ഞാനെല്ലാം ചെയ്തത്, MLA യോട് ചോദിക്കുമെന്ന്. MLA വിളിച്ച് സാം കെ വർക്കി ചോദിച്ചപ്പോൾ MLA ചാണ്ടിയുമ്മന്റെ മറുപടി, അതിന് താൻ ആരാണ്, എൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, ഞാൻ തീരുമാനിച്ചോളുമെന്ന്. സാമിന് കലി പൂണ്ടു. സാം പറയാവുന്നതൊക്കെ പറഞ്ഞു. നിന്റെ അപ്പനോടാണ് എനിക്ക് ബന്ധം, നിന്നോടല്ല, നീ ഇനിയിപ്പോൾ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സാം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ തിരക്കാണ്. വിവരമറിഞ്ഞ് നാട്ടകം സുരേഷും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഓടിയെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാജി പിൻവലിക്കുന്നത്. പക്ഷേ ചാണ്ടിയുമ്മനോട് സഹകരിച്ച് പ്രവർത്തിക്കുക പ്രയാസമാണ് എന്ന് സാം കെ വർക്കി സകലരോടും പറയുന്നു. ഇത്തരത്തിൽ പാർട്ടി നേതാക്കളെയൊക്കെ വെറുപ്പിച്ചാണ് ചാണ്ടിയുമ്മന്റെ മുമ്പോട്ടുള്ള പോക്ക്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പുനർജന്മമാണ് എന്ന് ധരിച്ച് ചാണ്ടിയുമ്മൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസനം ചെറിയ അസ്വസ്ഥതയല്ല,
കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 2026 നടക്കാൻ പോകുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതിശക്തമായ CPM വിരുദ്ധ പിണറായി വിരുദ്ധ വികാരമുള്ളതുകൊണ്ട് ചാണ്ടിയുമ്മൻ ഒരിക്കൽ കൂടി ജയിച്ചെന്ന് വരാം. എന്നാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലും പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടിയുമ്മൻ ജയിക്കില്ലെന്നും പുതുപ്പള്ളി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ചാണ്ടിയുമ്മനെ മാറ്റേണ്ടി വരുമെന്നും പ്രവർത്തകർ പറഞ്ഞു തുടങ്ങി. ചാണ്ടിയുമ്മൻ ഇതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. തൻ്റെതായ അന്ധവിശ്വാസങ്ങളുടെ ഇടുങ്ങിയ ലോകത്ത് ജീവിക്കുന്ന ചാണ്ടിയുമ്മനെ ആര് പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. KPCC നേതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കി വേണ്ട ചികിത്സ ഇപ്പോഴേ ഏർപ്പെടുത്തിയാൽ പുതുപ്പള്ളി എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കും.